ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ലെറ്റ്സ് ബി ആക്റ്റീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനസംഖ്യാ ദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം 1. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയ വർഷം ഏത്? ഉത്തരം 1989. ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ്? ഉത്തരം 1990 ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ 11 ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം ഡോക്ടർ KC സക്കറിയ. ലോകബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫറായിരുന്നു. ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇംഗ്ലണ്ടുകാരനായ ജോൺ ഗ്രാന്റ്. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് ഏത് വർഷം? 1872. ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഡെമോഗ്രാഫി. ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുട്ടിയുടെ പേരെന്താണ്? ഉത്തരം ആസ്ത. ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഫെബ്രുവരി 9. 1981 ഫെബ്രുവരി 9 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ഫെബ്രുവരി 9 ആചരിക്കുന്നത്. ലോക ജനസംഖ്യ 800 കോടി തികച്ച കുട്ടിയുടെ പേരെന്താണ്? ഉത്തരം വിൻസ് മബൻസാഗ്. ലോക ജനസംഖ്യ 700 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം സാദിയ സുൽത്താന. ലോക ജനസംഖ്യ 600 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം അദ്നാൻ മെവിച്ച്. ലോക ജനസംഖ്യ 500 കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം മതേഷ് ഗാസ്പർ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതായിരുന്നു? ഉത്തരം ഏഷ്യ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം ചൈന. ജപ്പാനിൽ ആയുർദൈർഘ്യത്തിൽ മുൻപിലുള്ളത് വനിതകൾ. ആയുർദൈർഘ്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യം ഏത്? ഉത്തരം സ്വാസിലാൻഡ്. ആയുർദൈർഘ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന രാജ്യമോ? ഉത്തരം ജപ്പാൻ. ലോക ജനസംഖ്യ 6 ബില്യൺ കടന്ന ദിവസം എന്നായിരുന്നു? ഉത്തരം 1999 ഒക്ടോബർ 12. സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം എനുമാറ്റർ. കണക്കെടുപ്പ് കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിച്ച ആദ്യ സെൻസസ് ഏത് രാജ്യത്തിൻ്റെതായിരുന്നു? ഉത്തരം സ്വീഡൻ. തിട്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെൻസസ് എന്ന പദം രൂപം കൊണ്ടത്? ഉത്തരം സെൻസറെ എന്ന പദത്തിൽ നിന്ന്. അംഗവൈകല്യമുള്ളവരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം കേരള. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം ഇന്ത്യ. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല ഏത്? ഉത്തരം വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല? ഉത്തരം മലപ്പുറം. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? ഉത്തരം 10 വർഷം.
ഏറ്റവും കുറഞ്ഞ സ്ത്രീ പുരുഷ അനുപാതമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഹരിയാന. സെൻസസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 246. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഉത്തരം മേയോ പ്രഭു. ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശം? ഉത്തരം ഡൽഹി. ജനസംഖ്യ ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശം ഏത്? ഉത്തരം ലക്ഷദ്വീപ്. തിരുവിതാംകൂറിലെ ആദ്യ സമഗ്ര സെൻസസ് നടത്തിയത് ആരാണ്? ഉത്തരം ആയില്യം തിരുനാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തരം സിക്കിം. ജനസംഖ്യാ തത്വത്തെക്കുറിച്ച് ഒരു പ്രബന്ധം എന്ന വിവാദ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം തോമസ് റോബർട്ട് മാൽത്തൂസ്. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷമേത്? ഉത്തരം 1976. ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയ നാട്ടുരാജ്യം ഏതായിരുന്നു? തിരുവിതാംകൂർ നാട്ടുരാജ്യം. 1836 സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ആദ്യമായി സെൻസസ് നടന്നത്. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ്? ഉത്തരം 943:1000. ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ്? ഉത്തരം ബാബിലോണിയ. ജനസംഖ്യാ കണക്കെടുപ്പിന്റെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം കനേഷുമാരി. കനേഷുമാരി എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഉത്തരം പേർഷ്യൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പേർക്കും വളരെ നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ ചാനൽ ഇതുവരെയായും ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ.